ഡോക്ടർ TPS, നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? പാർലമെന്റിൽ ചർച്ച ഉണ്ടാകുന്നതേയില്ല. ഈ ബില്ലിൽ ചർച്ച വേണം എന്നുള്ളത് പ്രതിപക്ഷം അത് ആവശ്യമായി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നില്ല. അതായത് കേന്ദ്രം മുന്നോട്ട് വെച്ച ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് വെച്ച ഒരു ഉപാധി മാത്രമാണ്, സമവായ ഉപാധി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല. അതുവരെ മിണ്ടരുത് എന്നുള്ളതാണോ? ഈ ചോദ്യങ്ങൾ പാർലമെന്റിലല്ലാതെ മറ്റാരോടാണ് ചോദിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കിട്ടുക? അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊരു ജനാധിപത്യ രാജ്യത്തെ ഭൂഷണമാണോ? എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ TPS? ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ട യഥാർത്ഥമായ കാര്യം പ്രതിപക്ഷം എങ്ങനെയൊക്കെ ഇടപെടണം, ഭരണപക്ഷം എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ ഉദ്ബുദ്ധരായിട്ടുള്ള ജനങ്ങളും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ജനാധിപത്യത്തെക്കാൾ കൂടുതലായിട്ട് തെരുവാധിപത്യം ആണ് എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരേപോലെ അത് സമ്മതിച്ചേ തീരൂ. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് അവരുടെ റെപ്രസെന്റേറ്റീവിന് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചട്ടക്കൂട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നല്ല പോലെയുണ്ട്. ചുറ്റുവട്ടവുമുള്ള പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള തെരുവ് യുദ്ധങ്ങൾക്ക് ശേഷം തെരുവിന്റെ ആധിപത്യം, തെരുവ് ഭരണം, ജനക്കൂട്ടാധിപത്യം എന്നൊക്കെ വിളിക്കാൻ വേണ്ടി ഇതിനെ മോബോക്രസി അല്ലെങ്കിൽ സ്ട്രീറ്റോക്രേസി എന്നൊക്കെ പറയേണ്ടി വരും. സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള ഭ്രാന്ത്. എനിക്കറിയില്ല, ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കുറേ യൂത്ത് ആയിട്ടുള്ള ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ റിലേറ്റീവ്സ് പലരും അവരുടെ വീട്ടിലെ കാര്യങ്ങളോ ബന്ധുക്കളുടെ കാര്യങ്ങളോ എന്തിന് അവരുടെ വിവാഹത്തിനൊക്കെ സംഘടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവരെ മൈൻഡ് ചെയ്യാത്ത ചില സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം നിൽക്കുന്നവര് ഡൽഹിയിൽ സ്പോൺസേർഡ് ടിക്കറ്റിൽ പോയതും അവിടെ നിന്ന് റീല് മാത്രം പബ്ലിഷ് ചെയ്യാനും വ്യൂസ് കൂട്ടാനും വേണ്ടി നോക്കിയിട്ടുള്ളവരും ചിലപ്പോൾ 10% ആയിരിക്കും. അന്ന് ചർച്ചയിലും ഞാൻ പറഞ്ഞതാണ് 10% പുഴുക്കുത്തുകൾ ഉണ്ടാവുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡിസ്കഷനിൽ വളരെ പ്രസിദ്ധനായ വക്കീലിന്റെ മുന്നിൽ വെച്ചിട്ട് CJPക്കാർ പറഞ്ഞിട്ടുള്ള ആ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഈ അഡ്വക്കേറ്റ് വളരെ കേമനാണെന്നാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന CJP പാർട്ടിക്കാരന്റെ ട്രാക്ക് റെക്കോർഡും കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഡെമോക്രസിയിൽ ആണോ കൂടുതൽ പ്രാധാന്യമുള്ളത്, അതോ മറ്റൊരു രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട് ഭാരതത്തിൽ വന്നിട്ട് ഈ നടക്കുന്ന അലങ്കോലങ്ങൾ, ഒരു തൊഴിലുമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ യാതൊരു തരത്തിലുള്ള വരുമാന മാർഗവും ഇല്ലാത്തൊരു സമയത്ത് ആരുടെയോ സ്പോൺസർഷിപ്പിൽ ചെയ്യുന്ന പ്രോഗ്രാം ആണോ എന്ന് നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ജനാധിപത്യം പൂർണ്ണമായിട്ടും നടക്കണം. പക്ഷെ അതല്ല നടക്കുന്നത് എന്ന് കാണുമ്പോഴുള്ള, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നതിന്റെ കാര്യം ആലോചിക്കുമ്പോഴുള്ള വലിയ ഒരു അതാണ് പ്രശ്നം ഡോക്ടർ TPS. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പ്രതിഷേധങ്ങൾക്കും ഇന്ന് സുപ്രീം കോടതി വരെ വ്യക്തമാക്കിയിട്ടുണ്ട്, സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരിക്കുകയാണ്. നോക്കൂ, പാറ്റ്നയിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ വിചാരിക്കുന്നത് പോലീസ് ഒരു മിഷണറിയാണ്, അതായത് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് പോലീസിനെ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പട്നയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 ഉപയോഗിക്കാൻ ആരാണ് അവർക്ക് നിർദ്ദേശം നൽകിയത്? ആരാണ്? എനിക്ക് തോന്നുന്നു നമ്മള് അൾട്ടിമേറ്റ്ലി ഒരു ഭരണകൂടവും അഡ്മിനിസ്ട്രേഷന് കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഉറപ്പായിട്ടും അതിലൊരു എൻക്വയറി വേണം. ആ എൻക്വയറിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആരാണ് അനുമതി കൊടുത്തത്. കലക്ടർക്കല്ലാതെ മറ്റാർക്കും ഫയറിങ്ങിനുള്ള അനുമതി കൊടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അറിവില്ല. ആ കലക്ടർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു ഏത് ഭരണകൂടമായാലും, ഇന്ന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരായാലും തിരിച്ച് കോൺഗ്രസ് നാളെ ഭരണത്തിൽ വരുന്നതായാലും, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കാലത്ത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ വർക്ക് ചെയ്ത ആളാണ്. ആ സമയത്തും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എൻക്വയറി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്, നമ്മുടെ ഭാരതത്തിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം ഒരു ജനാധിപത്യ രാജ്യത്ത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ സിറ്റുവേഷനേക്കാളും മറികടന്ന് ഒരു യൂത്ത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനും ഇല്ലാതെ
ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ല അവിടെ പോകുന്നത്. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്ന സമരങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി പെരുമാറേണ്ടത് ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു ബാധ്യതയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു അഫിലിയേഷനും ഇല്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത, ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കും, എല്ലാ ഡിസ്ട്രിക്റ്റിലും കമ്മിറ്റികൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത യൂത്ത് ഇറങ്ങി പുറപ്പെട്ടാൽ, സോഷ്യൽ മീഡിയയിലുള്ള ആഹ്വാനം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും ഭാരതത്തിന്റെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നടന്നാൽ കേരളത്തിന്റെ ഭരണാധിപന്മാരും തോക്കെടുക്കാൻ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നടക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് ഒരു പെട്ടെന്നൊരു സമരം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നില്ലല്ലോ, പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നില്ലല്ലോ ഇവിടെ ചെയ്തത്. നോക്കൂ, കഴിഞ്ഞ കുറെ നാളുകളായി അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണല്ലോ ഇങ്ങനെയൊന്ന് രൂപപ്പെടുന്നതും അതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും. ഒരു ഭാഗത്തെ മാത്രം യുവാക്കളല്ല ഇതിന്റെ ഭാഗമാകുന്നത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി സമൂഹം ഇതിന്റെ ഭാഗമാകുന്ന കാഴ്ച. നടപടി ഇല്ല എന്ന് കാണുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ആരാണോ നടപടി എടുക്കേണ്ടവർ അത് തിരിഞ്ഞു നിന്ന് ആ നീതി നിഷേധം നടപ്പിലാക്കുന്ന സാഹചര്യത്തിലാണ്, അതിൽ മറുപടി പറയേണ്ട പ്രധാനമന്ത്രി മിണ്ടാതിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വലിയൊരു സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ ഈ CJPക്ക് കടന്നു പോകേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആഹ്വാനത്തിൽ നടന്നിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ ജനാധിപത്യപരമായി അതിന് ഉത്തരം പറയാൻ പ്രധാനമന്ത്രി പൂർണ്ണമായും ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, ഏത് അംഗങ്ങളിൽ നിന്ന് എന്ത് സംഭാവന നേടിയിട്ട് എവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ്, ഞാൻ പറഞ്ഞല്ലോ സ്വന്തം വീട്ടിൽ പോലും 5 പൈസ കൊടുക്കാത്ത ജൻസിയിലുള്ള ആൾക്കാര് 28ഓളം പേർ ആത്മഹത്യ ചെയ്തു, നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്ന സംഭവമാണ്. ഇതിൽ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും സമരത്തിന് ആഹ്വാനം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അക്രമാസക്തമായ സംഭവങ്ങളിലേക്കൊക്കെ കടന്നത് വ്യാജ പോലീസാണ്. നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസുകാരാ എന്ന വ്യാജേന ഇറങ്ങിയവരാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിനകത്ത് വേണ്ട കാര്യത്തിൽ ഇടപെടുകയും സമരം നടത്തുകയും പാർലമെന്റിൽ പ്രശ്നമുണ്ടാക്കുകയും ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പൂർണ്ണമായിട്ടും അർഹതപ്പെട്ടവരാണ്. എന്റെ ഒറ്റൊരു വാക്ക് എന്താന്ന് വിചാരിച്ചാൽ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഒരു ആഹ്വാനവുമില്ലാതെ എവിടുന്നോ പൊട്ടിമുളച്ചിട്ടുള്ള കുറച്ച് ആൾക്കാര്, അവർക്ക് ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സ്വാർത്ഥരായിട്ടുള്ള കുറച്ച് കുട്ടികളാണെങ്കിൽ ഇന്ന് കണ്ടു പല സ്ഥലത്തും അവരുടെ ആഘോഷങ്ങളുടെയൊക്കെ പിൻബലത്തിൽ എന്തൊക്കെയാ നടക്കണമെന്ന്. അത് കഴിഞ്ഞു വന്നിട്ടുള്ള ചില കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞത് ഞങ്ങൾ കൃത്യമായിട്ടും ഡൽഹിയിൽ എൻജോയ് ചെയ്തു എന്നാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഇല്ല, വ്യാജന്മാരാണ് ഇതിന് പിന്നിലെങ്കിൽ പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം അത്യാവശ്യമാണ്. ഭാരതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഭാരതത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളായാലും ആ ഒരു കാര്യം കൊണ്ട് ഇവര് അടങ്ങുമെങ്കിൽ, ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ എന്താ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതല്ല വേണ്ടത്, ഇവരെ പോലീസുകാർ തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വെച്ചിട്ട് ഇവിടുത്തെ ഹോം മിനിസ്റ്റർ രാജിവെക്കണം എന്നും പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ എൻക്വയറി നടത്തി കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം. ആ എൻക്വയറി നടത്തുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു CJPക്കെതിരെ എനിക്ക് തോന്നുന്നു കേരളത്തിലും CJPയുടെ എല്ലാ ആൾക്കാരും സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പിൻബലവും അവരുടെ കാര്യങ്ങളും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ശരിക്ക് ഓരോ ഗവൺമെന്റും ഓരോ സ്റ്റേറ്റിലും ഓരോ പോലീസുകാരും ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് മാറില്ല. കാരണം ഇന്നുള്ള ഒരു അനൗൺസ്മെന്റ് അവർ പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റ് ഉണ്ടാക്കും, എല്ലാ ഡിസ്ട്രിക്റ്റിലും സെന്റർ ഉണ്ടാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കിട്ടാത്തത്? പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയാൽ അത് വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പാർലമെന്റിൽ വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പാർലമെന്റിൽ അതിന്റെ ചർച്ചകൾ നടക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം പാർലമെന്റ് വളരെ വിലപ്പെട്ട സമയമാണ്. നമ്മുടെയൊക്കെ കാശ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മെമ്പേഴ്സായി മാറുന്നത്. അത് ലെജിസ്ലേറ്റീവ് ആയാലും പാർലമെന്റ് ആയാലും രാജ്യസഭയായാലും ലോകസഭയായാലും ഒക്കെ പോകുന്നത് ജനങ്ങളുടെ കാശ് കൊണ്ടാണ്. ആ കാശ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിയമനിർമ്മാണത്തിന് വേണ്ടി ആവണം എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്.
ആ പ്രൊഡക്റ്റീവായുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്, ചർച്ച ഉണ്ടാകുന്നതും. ഡോക്ടർ TPS, നോക്കൂ, ധർമ്മേന്ദ്ര പ്രധാൻ ഗത്യന്തരമില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ രാജിവെച്ചൊഴിഞ്ഞതാണ്. നോക്കൂ, ഇന്ന് പാർലമെന്റ് കവാടത്തിൽ ധർമ്മേന്ദ്ര പ്രധാന് BJP പ്രവർത്തകർക്ക് വൻ സ്വീകരണം, അത് അങ്ങ് കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല, എന്തോ വലിയ പ്രശ്നം, ആ പ്രശ്നം സംഭവിച്ചിട്ട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിന്ന ഒരു സാഹചര്യം. എന്നിട്ടോ ഈ വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവർ പ്രതിപക്ഷത്തിന്റെയും അവരുടെ വാക്ക് അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിക്കപ്പെടുന്നില്ല, അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം. നോക്കൂ, ഏതോ പാതിരാത്രിക്ക് വന്ന് ഒരു സെൽഫി വീഡിയോ എടുത്ത് പ്രധാനമന്ത്രിയുടെ ഈ വിഷയത്തിന്മേലുള്ള ഒരു വിശദീകരണമല്ല ഇവിടെ വേണ്ടത്, കൃത്യമായ മറുപടിയാണ്. പാർലമെന്റിൽ വിഷയാധിഷ്ഠിതമായി ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി കാണിക്കേണ്ടത്. അത് ഉണ്ടാകാതെ പോകുന്നു. അതെ, മറുപടി പറയാത്തിടത്തും അവിടെയാണ് വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യം. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, കേൾക്കുന്നേയില്ല. നോക്കൂ, വീണ്ടും വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാൻ തന്നെയാണോ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണോ ഇനിയും നമ്മൾ കാണേണ്ടത് എന്ന് ചോദിച്ചു പോവുകയാണ് ഡോക്ടർ TPS. ഈ പറയുന്ന കൺസേൺ ഒക്കെ എനിക്കും ഉള്ളതാണ്. ഈ പറഞ്ഞ എല്ലാ കൺസേണും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാനും ഈ ലോകത്ത് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട്, പേഴ്സണൽ ആയിട്ട്, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇപ്പം അതില് ഏത് മിനിസ്റ്ററുടെ സ്ഥാനത്തും മറ്റേതൊരാളായാലും സംഭവിക്കാവുന്ന പല സംഭവങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ഒരു വ്യക്തിയല്ല, എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയാണ് നമ്മുടെ എല്ലാ മുൻതൂക്കങ്ങളും പോകേണ്ടത്. ഒരു പ്രതിപക്ഷത്തിന്റെ പങ്ക് പൂർണ്ണമായിട്ടും അതുപോലെ പിന്താങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ അതുപോലെ കേൾക്കേണ്ടതാണ് ഭരണപക്ഷത്തിന്റെ ഭാഗവും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബാക്കി എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ള പോലെ ജൻസി പ്രക്ഷോഭകാരികൾ, അരാഷ്ട്രീയവാദികൾ, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, പക്ഷെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്തവരാണ്. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഒരു എക്സാം എഴുതിയിട്ട് അതിൽ പാസ്സാവാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമിനേഷനെ അല്ല കുറ്റപ്പെടുത്തുക. ഒരു പഴയൊരു പ്രോവർബ് ഉണ്ട്, എ സ്റ്റേഷൻ മാസ്റ്റർ മൈൻഡ്സ് ദ ട്രെയിൻസ് ആൻഡ് സ്കൂൾ മാസ്റ്റർ ട്രെയിൻസ് ദ മൈൻഡ്സ് എന്ന്. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കുട്ടികളുടെ മനസ്സിനെ പക്വത വരുത്തുക എന്നുള്ളതും കൂടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് വേണം. NEP എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമെന്നുള്ളത്. അതിന് പല പല കാരണങ്ങളുണ്ട്. ഇതൊന്നും ആരും നോക്കുന്നില്ല. ഇതേ NEPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പലരും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. കൃത്യമായിട്ട് ഭാരതത്തിൽ 1 കോടിയിലധികം കുട്ടികളും ടീച്ചേഴ്സും പാരന്റ്സുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. എല്ലാ ദിവസവും ഇതിന്റെ കൺസേൺ അറിയുന്ന ഒരാളാണ്. കേരളത്തിൽ മാത്രമുള്ള കുട്ടികൾ 5 പ്രാവശ്യം നീറ്റ് എഴുതിയിട്ട് അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി കീമും വേറെ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസും എഴുതാതെ 5 വർഷം കഴിയുമ്പോഴത്തേക്കും മാത്തമാറ്റിക്സുള്ള കോണ്ടാക്ട് ഒക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ ഗ്രാജുവേഷൻ അഡ്മിഷനും കഴിഞ്ഞ സമയത്ത് ഇപ്പം ആലോചിക്കുന്നത് ഈ ഡിപ്ലോമയ്ക്ക് ചേരണമെന്നാണ്. ആ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാനുമായിട്ട്. നമുക്കറിയാം, ഒരു കുട്ടികളല്ല, ലക്ഷക്കണക്കിന് കുട്ടികൾ ഇങ്ങനെയുണ്ട്. നമുക്ക് ആവശ്യത്തിലുള്ള ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് യുവാക്കളാണെന്ന് ഇപ്പം വളരെ നന്നായിട്ട് നമ്മൾ പറയുന്നത്. 21ാം നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ ഇവിടെ പറയരുത്. 21 നൂറ്റാണ്ട് അല്ലെങ്കിൽ 21st സെഞ്ചുറി എന്ന് പറയുന്ന സമയത്ത് അതിൽ 100 വർഷങ്ങളാണ്. 100 വർഷം പോലെ അല്ല കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടുള്ളത്. ജെൻസി എന്ന ആൾക്കാർ യൂത്തായിട്ട് മാറുമ്പോൾ തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറി എന്നാണ്. 3, 2, 1 വേൾഡ് ഡോക്ടർ TPS നടിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഈ പുതിയ തേർഡ് ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറിയിലുള്ള കുട്ടികളുടെ മനോവികാരങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഭൂരിപക്ഷം എന്ന് പറയുന്നത് യുവാക്കളാവുമ്പോൾ ഭൂരിപക്ഷം ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നാളെ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസ് യൂണിയൻ പാർട്ടിക്കാരും CJPക്ക് സിന്ദാബാദ് വിളിക്കേണ്ട ഒരു ഗതി വരുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പലതും വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഡോക്ടർ TPS, ഗതിയല്ല, ഗതികേടാണ്. അതായത് നടപടി ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ഒന്നിക്കുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് പോയപ്പോൾ അവിടെ അവർക്ക് ഗതികേടാണ് സംഭവിക്കുന്നത്. ആ തിരുത്തിയതിന് വളരെ നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ
നമ്മുടെ രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്റ്റുഡൻസ് യൂണിയൻ ഒരു രജിസ്റ്റേർഡ് ചെയ്യപ്പെടാത്ത CJPക്ക് വിളിക്കുമ്പോൾ ഞാൻ ഗതികേട് എന്ന് പറഞ്ഞത് അത് ഗതികേടാക്കി മാറ്റിയതിൽ എനിക്ക് നന്ദിയുണ്ട്. യുവാക്കളുടെ ഭൂരിപക്ഷം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ചെയ്ത അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ച നടപടികളിൽ അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ച അവരുടെ ആവശ്യങ്ങളിൽ ഒരു തരത്തിലുള്ള തീർപ്പും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അവര് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യത്തെയാണ് ഗതികേട് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ജനാധിപത്യം വെറും സംഖ്യാബലം മാത്രമല്ല എന്നും ഭരണഘടനയെ മാനിക്കുകയും നിയമവാഴ്ചയെ മാനിക്കുകയും ന്യൂനപക്ഷ അവകാശങ്ങൾ നോക്കിക്കാണുകയും ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ രാഷ്ട്രീയപരമായിട്ട് കാണുകയും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് അരാഷ്ട്രീയമായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റൊന്നും കൊണ്ടുമല്ല. ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഇടം അത് ഉണ്ടാകുന്നില്ല, സംഭവിക്കുന്നില്ല. കൃത്യമായിട്ടും വേണം. അത് പക്ഷെ പാർലമെന്റിന് പുറത്തുള്ള സ്ട്രീറ്റിലുള്ള കുട്ടികളുടെ പേക്കൂത്തുകൾ ആവരുത് കാരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തെരുവുകളിൽ ശക്തി പരീക്ഷയ്ക്കായിട്ട് ഇത് ചുരുങ്ങി പോകുന്നു എന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. അത് പാടില്ല എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ തെരുവിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, KC വേണുഗോപാലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയങ്ക ഗാന്ധിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായിട്ടും ഭാരതത്തിൽ അതിൻ്റെതായ സമ്പ്രദായങ്ങൾ വെച്ചിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ എന്ന് ഉറപ്പായിട്ടും പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത് തെരുവുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അരാഷ്ട്രീയവാദികളുടെ വെറും ജൻസിയുടെ സോഷ്യൽ മീഡിയയുടെ ഒരു കൂട്ടത്തിന്റെ പിന്നണി എന്ന് പറയുന്ന തോതിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ മാറരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഞാൻ മിനിഞ്ഞാന്നുണ്ടായ ഡിസ്കഷൻ ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടിക്കാർ വിളിച്ചാൽ ഇത്രയും ആൾക്കാരെ ചേർക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുമ്പോ ഇതേപോലെ നമുക്ക് ചുറ്റുമുള്ള ട്രംപ് നോക്കിക്കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. ട്രംപിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇതിൽ ആരുടെയൊക്കെയാണ് പങ്ക്? ചൈനയിൽ എന്ത് സംഭവിക്കുന്നു, പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുന്നു, അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിക്കുന്നു, ടിബറ്റിൽ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള ഭൂട്ടാനിൽ എന്ത് സംഭവിക്കുന്നു, മ്യാൻമാറിൽ എന്ത് സംഭവിക്കുന്നു, ശ്രീലങ്കയിൽ എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നോക്കിക്കാണുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് വലിയൊരു സിസ്റ്റമാണ്. അതിൽ ഡെമോക്രാറ്റിക് ആങ്കർ അല്ല വേണ്ടത്, ഡെമോഗ്രഫിക് ഡിവിഡൻസ് അല്ല വേണ്ടത്. ആ ഡിവിഡൻഡ് മാത്രം ആവരുത്. നമ്മൾ കൃത്യമായിട്ട് വേണ്ടത് പ്രതിഷേധത്തെ അടിച്ചമർത്തരുത് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ലോ ആൻഡ് ഓർഡർ എങ്ങനെ വേണമെന്നും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അടിച്ചമർത്തുന്ന പ്രതിഷേധക്കാരില്ലാത്തൊരു രാജ്യമാവണം എന്നല്ല. ജനകീയമായ അസന്തോഷത്തെ സർക്കാർ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആയുധങ്ങൾ കൊണ്ടല്ല ചെയ്യേണ്ടത് എന്നും എനിക്കറിയാം. പക്ഷെ പരീക്ഷാ ചർച്ചകൾക്ക് സമയബന്ധിതമായ പ്രത്യേക കോടതികളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിർബന്ധമാണ്. ഗവൺമെന്റ് ചെയ്തു. രാഷ്ട്രീയ ബന്ധമില്ലാത്ത സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന അന്വേഷണങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലാതെ എല്ലാ ഗവൺമെന്റും ഓരോ സ്റ്റേറ്റിൽ നിന്ന് പോയിട്ടുള്ളവരുടെയും എണ്ണമെടുത്ത് ഓരോരാളും നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ സ്റ്റേറ്റ് ഭരിക്കുന്ന എല്ലാ ഗവൺമെന്റിനും ഈ ഗതി വരാം എന്നുള്ള ഭയം. അൺഎംപ്ലോയിഡ് യൂത്ത്, നോൺ എംപ്ലോയബിൾ യൂത്ത്, 1 കോടി ഗ്രാജുവേറ്റ്സിൽ 3% മാത്രം. 21ാം നൂറ്റാണ്ട് തുടങ്ങിയ കാലത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആയിരുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് അങ്ങ് എത്തിയത്? എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് അന്വേഷണം വേണം എന്നാണ്. ഞാൻ തെളിവുകളല്ല നിരത്തിയത്, അന്വേഷണം വേണം എന്നാണ് പറഞ്ഞത്. എന്റെ ഞാൻ പറഞ്ഞുവല്ലോ, ജൻസിയുടെ ഇന്നത്തെ പൊതുവായിട്ടുള്ള സ്വഭാവവും എന്റെ കുട്ടികളായിട്ടുള്ള പലരുടെയും സ്വഭാവവും അറിയുന്നത് കൊണ്ട് പറയാണ്. അവരുടെ വീട്ടിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കാശ് ചെലവാക്കാതെ അച്ഛന്റെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്യുന്ന പല കുട്ടികളും ഇത്തരം പ്രോഗ്രാമുകൾക്ക് ഫ്ലൈറ്റ് ഫെയർ എടുത്തിട്ട് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഡൽഹി വരെ പോയി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന റെസ്പോൺസ്, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റിങ്ങുകൾ, വി എൻജോയ്ഡ് ഫോർ 5 days എന്നാണ്. അവർക്ക് ആര് ഭരിച്ചു, ആര് റിസൈൻ ചെയ്തു, എന്തിനാണ് പോയത് ഒന്നും അറിയാത്തവരാണ്. ഏതോ ഒരാൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പറയണ്ടായി, ഞാൻ BA സ്റ്റുഡന്റ് ആണെന്ന് ചോദിച്ചപ്പോൾ അടുത്ത BAയുടെ ഫുൾ ഫോം ചോദിച്ചപ്പോൾ അറിയാത്തവരാണ് അന്ന് സ്ട്രീറ്റിൽ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഇത്തരം അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, അന്വേഷിക്കണം. കേട്ടത് മാത്രം നമുക്കത് നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അത് അന്വേഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സമരത്തിൽ പങ്കെടുത്തു, അങ്ങനെ കേട്ടിരുന്നു എന്നൊന്നും നമുക്ക് പറഞ്ഞു വെക്കാൻ ഒരു ചർച്ചയിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ കഴിയില്ല എന്നുള്ളിടത്ത് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. ശരി, ഞാൻ അങ്ങേലേക്ക് വരികയും ചെയ്യും.